നമസ്കാരം, വിനോദ് കുമാർ വേട്ടാടി. വെൽക്കം ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ്ങിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് OET റീഡിങ്ങിനെ കുറിച്ചാണ്. OET റീഡിങ്ങിലെ പാർട്ട് സിയെ കുറിച്ച്. പാർട്ട് സിയിൽ 2 ലോങ് ഡിസ്കേഴ്സീവ് പാസേജസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 8 പാരഗ്രാഫുകൾ വീതമുള്ള more or less 8 paragraphs. And I would rather say definitely 8 paragraphs. 8 പാരഗ്രാഫ്സ് ഉള്ള 2 ലോങ് ഡിസ്കേഴ്സീവ് എസ്സേസ് അല്ലെങ്കിൽ പാസേജസ് ആർട്ടിക്കിളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. മെഡിക്കലി ഓർ ബയോളജിക്കലി റിലേറ്റഡ് വൺ. ഓരോ പാരഗ്രാഫിനെയും ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ 2 പാസേജസിലും കൂടി നിങ്ങൾക്ക് 16 ചോദ്യങ്ങളാണ് ഉള്ളത്. ഈ 16 ചോദ്യങ്ങളെ നമുക്ക് 2-3 തരത്തിൽ 3-4 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഏത് എക്സാമിനേഷൻ്റെയും റീഡിങ്ങിനെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ പാർട്ട് എയിൽ നമുക്ക് സെൻറ്റൻസ് കംപ്ലീഷൻ ടൈപ്പ്, മാച്ചിങ് ദ ഇൻഫർമേഷൻ ആൻഡ് ഓൾസോ ഷോർട്ട് ആൻസർ. പാർട്ട് ബിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് 3 ഓപ്ഷൻ ടൈപ്പ് ടെസ്റ്റ്, ദ ക്വസ്റ്റ്യൻ. ആൻഡ് പാർട്ട് സിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, 4 ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ആ മൾട്ടിപ്പിൾ ചോയ്സ് 4 ഓപ്ഷൻസിന് ചില നേച്ചറുകളുണ്ട്, ചില ടൈപ്പ് ഓഫ് നേച്ചർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കണം എന്നുള്ളതാണ് വസ്തുത. ചിലത് ചോദ്യ ചിഹ്നത്തിൽ അവസാനിക്കുന്നതായിരിക്കും. അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ, ഐ വുഡ് സേ വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് സാധാരണ ചോദ്യങ്ങൾ. സോ വാട്ട് ഡസ് ദ ഓതർ മീൻ, വാട്ട് ഡസ് ദ ഓതർ മീൻ ഓർ വാട്ട് ഡസ് ദ ഓതർ പോയിന്റ് ഔട്ട് ഇൻ ദാറ്റ് പാരഗ്രാഫ്. ഇൻ ദ പാരഗ്രാഫ് 1, വാട്ട് ഡസ് ദ ഓതർ ട്രൈ ടു മെൻഷൻ, ഒരു ചോദ്യം ഇങ്ങനെയുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് വാട്ട്, ഓതറിൻ്റെ ഒപ്പീനിയൻ ആണ്, ദാറ്റ്സ് ഒബ്വിയസ്ലി ഓക്കെ. പക്ഷെ അവിടെ ഒരു ചോദ്യമാണ് വരുന്നത്. ആ ചോദ്യ ടൈപ്പിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. രണ്ടാമത്തേത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുണ്ടാവും. ദ ഓതർ മീൻസ് ദാറ്റ്, ദി ഓതർ സജസ്റ്റ് ദാറ്റ്, ദി ഓതർ റെക്കമെൻഡ്സ് ദാറ്റ് എന്ന് കഴിഞ്ഞ് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യണം. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്, അവിടെ ഒരു ചോദ്യ ചിഹ്നത്തിൽ അവസാനിക്കുന്നില്ല. മറ്റൊരു ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പാർട്ട് സിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നത് ലെക്സിക്കൽ ടൈപ്പ് എന്ന് പറയുന്നതാണ്. ലെക്സിക്കൽ ടൈപ്പ് മീൻസ് വേർഡ് പവർ അല്ലെങ്കിൽ വൊക്കാബുലറി ടൈപ്പ്. നിങ്ങളുടെ പാരഗ്രാഫിൽ, അത് മീൻസ് പാസേജിൽ ബോൾഡ് ലെറ്റേഴ്സിൽ ഇൻ ദ സെൻസ് ക്യാപിറ്റലൈസ്ഡ് അല്ല, ബോൾഡ് ലെറ്റേഴ്സിൽ അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ ബോൾഡ് ലെറ്റേഴ്സിൽ നിങ്ങൾക്ക് ചില ഫ്രേസസ് കാണാം, അല്ലെങ്കിൽ ചില വേർഡ്സ് കാണാം. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഓർ റാദർ വി ക്യാൻ കോൾ ആസ് ഫ്രേസസ് കാണാം. അങ്ങനെ ഫ്രേസസിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും, ആ പാസേജിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫ്രേസസ് അവിടെ ബോൾഡ് ലെറ്റേഴ്സിൽ കാണാം നമുക്ക്. ആ ബോൾഡ് ലെറ്റേഴ്സിൻ്റെ, ആ വേർഡ്സിൻ്റെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൻ്റെ മീനിങ് എന്താണ് കോണ്ടെക്ച്വലി എന്ന് നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യണം. കോണ്ടെക്ച്വലി നിങ്ങൾ ഡിറ്റർമിൻ. ഫോർ എക്സാമ്പിൾ, നോർമലി ദ ക്വസ്റ്റ്യൻ ടൈപ്സ് appear like this. For example, in the paragraph number 5, put on means or keep on means എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് തരാം. ഇൻ ദ പാരഗ്രാഫ് നമ്പർ 5, put on means അല്ലെങ്കിൽ keep on means, take away means എന്ന് കരുതി നിങ്ങൾക്ക് തരികയാണെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ, ടേക്ക് അവേ അല്ലെങ്കിൽ പുട്ട് ഓൺ, കീപ്പ് ഓൺ എന്നൊക്കെ ഉള്ളൊരു ഫ്രേസൽ വേർബാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ പാരഗ്രാഫിൽ എന്താണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ പുട്ട് ഓൺ എന്ന് പറയുന്ന സമയത്ത് ധരിക്കുക എന്നോ അല്ലെങ്കിൽ ആക്ട് ചെയ്യുക എന്നോ അല്ലുള്ള ഒപ്പീനിയൻ വന്ന കീപ്പ് എവേ എന്ന് പറയുന്ന സമയത്ത് ഒഴിവാക്കുക എന്നുള്ള അർത്ഥത്തിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരാം ചില സന്ദർഭങ്ങളിൽ. സോ ഫോർ എക്സാമ്പിൾ, ഐ സേ ദാറ്റ് വൺ, അതിൻ്റെ അർത്ഥം ആ രീതിയിൽ തന്നെയാണോ? അത് ആ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട്, ആ വേർഡുള്ള സെൻറ്റൻസും അതിൻ്റെ തൊട്ട് മുകളിലും തൊട്ട് താഴെയും അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ വായിച്ച് നോക്കിയിട്ട് മാത്രമേ അതിൻ്റെ കോണ്ടെക്ച്വൽ മീനിങ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് vocabulary question or we can say lexical type question. പിന്നീടുള്ളത് another type of question. For example, we can say in the paragraph 3 or in the 3rd paragraph, what does the word it means? What does the word it means? തന്നിരിക്കുന്ന പാരഗ്രാഫിൽ ഇറ്റ് കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? അതിന് താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് 3-4 തരത്തിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരുന്നത് പൊതുവിൽ പാർട്ട് സിയിൽ. ഒന്നത് ഒരു വേർഡിൻ്റെ മീനിങ് ചോദിക്കുന്നതായിരിക്കാം, ഒന്ന് ഇറ്റ് എന്ന് പറയുന്ന ആ പദം എന്താണ് അർത്ഥമാക്കുന്നത് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു നോർമൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്, ദ ഓതർ മീൻസ് ഇൻ ദ പാരഗ്രാഫ് 5, ദി ഓതർ സേസ് ദാറ്റ്, ആ രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഡസ് ദി ഓതർ സേ ഇൻ ദ പാരഗ്രാഫ് 3, ആ രീതിയിലുള്ള ചോദ്യ ടൈപ്പും ആയിരിക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഈ പാർട്ട് സിയിൽ എല്ലാ റീഡിങ്ങിലെയും പോലെ തന്നെ ചോദ്യത്തിലെ കീവേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓപ്ഷനിലെ കീവേഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ചോദ്യത്തിലെ കീവേഡ്സ് യു നീഡ് ടു അണ്ടർലൈൻ, ഓപ്ഷനിലെ കീവേഡ്സ് യു നീഡ് ടു അണ്ടർലൈൻ. അപ്പോൾ ഒരു പാർട്ട് സി കിട്ടുന്ന സമയത്ത് നിങ്ങൾ അണ്ടർലൈൻ ദ കീവേഡ്സ് ഇൻ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് അണ്ടർലൈൻ ദ കീവേഡ്സ് ഇൻ ദ ഓപ്ഷൻസ് ഓൾസോ. ഒരു പ്രാവശ്യം അത് വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ പാരഗ്രാഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾ കൂടുതലായിട്ട് ഏത് പാരഗ്രാഫിലാണെന്ന്, കൂടുതലായിട്ടെന്നല്ല, ഒരിക്കൽ നിങ്ങൾ ഏത് പാരഗ്രാഫിലാണ് ഉത്തരം ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ശങ്കയോ പരിഭ്രമത്തിൻ്റെയോ ആവശ്യമില്ല. ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റീഡിങ്ങിനെ കുറിച്ച് ഇത്തിരിയൊക്കെ നെർവസ്നെസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഓരോന്നും ഓരോ സ്പെസിഫിക് പാരഗ്രാഫിലാണ്, ഒരു പാസേജ് ഓർഡറിലാണ് വരുന്നത്. എവറി പാസേജ് ഇൻക്ലൂഡിംഗ് ദി പാരഗ്രാഫ്സ് കണ്ടെയ്ൻസ് 800 വേർഡ്സ്. എല്ലാ ഉത്തരവും ഏത് പാരഗ്രാഫിൽ ഉള്ളതെന്ന് നിങ്ങളോട് ഓൾറെഡി പറയുന്നുണ്ട് ചോദ്യം തന്നെ. പിന്നെ ആ പാരഗ്രാഫ് വായിച്ചു നോക്കുക, അതിൻ്റെ മെയിൻ ഐഡിയ അല്ലെങ്കിൽ അഡീഷണൽ ഐഡിയ കണ്ടെത്തുക, അതിലെ മെയിൻ ഇൻഫർമേഷൻ എന്താണ് കണ്ടെത്തുക, അല്ലെങ്കിൽ അവിടെയുള്ള റൈറ്റേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവ്സ്. ഈ ചോദ്യം പാർട്ട് സി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡഡ് റീഡിംഗ് ടൈപ്പാണ്. അവിടെ എക്സ്റ്റെൻഡഡ് ഇൻഫർമേഷൻ ആണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. റൈറ്ററിൻ്റെ പേഴ്സ്പെക്റ്റീവ്, റൈറ്റേഴ്സ് ഒപ്പീനിയൻ, റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ആണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഒരു വാട്ട് ഈസ് ദ മെയിൻ മെസ്സേജ് കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പാരഗ്രാഫ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ മെയിൻ മെസ്സേജ് വിച്ച് ഇസ് ബീങ് കൺവേഡ് ബൈ ദി ഓഥർ, അതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ആക്ച്വലി പാർട്ട് സി എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്റ്റെൻഡഡ് മീനിങ് മനസ്സിലാക്കേണ്ട, ഡീറ്റെയിൽഡ് മീനിങ് മനസ്സിലാക്കേണ്ട ഒരു ടാസ്ക്കാണ്. അതിൽ തന്നെ എന്താണ് ഓഥർ ഉദ്ദേശിക്കുന്നത്, വാട്ട് ഡസ് ദി ഓഥർ മീൻ ഓർ വാട്ട് മെസ്സേജ് ഈസ് ബീങ് കൺവേഡ് ബൈ ദി ഓഥർ എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് റൈറ്റേഴ്സ് പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഓഥേഴ്സിൻ്റെ ഒപ്പീനിയനാണ് കൂടുതലായിട്ട് ചെക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ പാർട്ട് സിയിൽ മനസ്സിലാക്കേണ്ടിയിരിക്കണം. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് യു നീഡ് ടു നോ ആക്ച്വലി ആസ് ഫാർ ആസ് പാർട്ട് സി ഈസ് കൺസേൺഡ്. ഇത് ഓരോ വ്യക്തിയുടെയും റീഡിങ്ങിനോടുള്ള അപ്രോച്ചിനനുസരിച്ചിട്ട് അവരുടെ സ്പീഡ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ സ്റ്റൈൽ ഓഫ് അപ്രോച്ചിങ് ദ പാസേജ് മാറിക്കൊണ്ടേയിരിക്കും. ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ രീതിയിൽ മാത്രമേ റീഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ആർക്കും നിർബന്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഇനീഷ്യലി അവർ റീഡ് ചെയ്യുന്ന സമയത്ത് they must actually see what kind of method is actually suitable for me. Should I come first of all, should I read the paragraph or the question, or what becomes much more convenient and conducive for me, what actually makes me more comfortable in dealing with these kind of questions. Everything lies or relies on the candidate who appears for the examinations. That's the first thing which you need to actually understand. Universal strategies ആയിട്ടുള്ള skimming, scanning, collaboration of these two, along with that of skill of prediction, the kind of answers, and also the ability to analyze the main point and also the subsidiary points of the additional information of a paragraph. Every single aspect is highly essential as far as reading is concerned. My dear friends, reading is actually an excellent task if you actually pay much more attention to master the skills, and also if you do what you love and love what you do. Thank you very much.